അടിപൊളി സിനിമയായിട്ട് ആവറേജിന് മേലെ നിൽക്കുന്നതാണ്. പിന്നെ ഫൈറ്റിങ്ങിലും കാര്യങ്ങളിൽ പറന്നടിയാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉള്ളു. വേറെ ലോജിക്കില്ലായ്മൊന്നുമില്ല. സാധാരണ എല്ലാ പടത്തിലുള്ള കൊടുക്കുന്ന പൈസ മുതലാക്കുന്ന ഐറ്റം പടത്തിലുണ്ട്. ആക്ഷൻ കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ പടം പാണ്ടി പടം കാണുന്ന ഫീല്. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. തെലുങ്കിൽ നിന്നും നാച്ചുറൽ സ്റ്റാർ നാനിയുടെ ആക്ഷൻ എന്റർടൈനർ സൂര്യ സാറ്റർഡേ കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നേരെ റിവ്യൂലേക്ക്. അടിപൊളി സിനിമയായിട്ട് ആവറേജിന് മേലെ നിൽക്കുന്നതാണ്. പിന്നെ എടുത്തു പറയുന്ന എസ് എ സൂര്യയുടെ അഭിനയം, അതിന്റെ വരുമ്പോ ബീജിയം ഉണ്ടല്ലോ, അടിപൊളി സിനിമ. തെലുങ്ക് പാറ്റേൺ ആണ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്. ഇല്ല, നല്ല സിനിമയുടെ നല്ല സിനിമ, അടിപൊളി സിനിമ. മികച്ച പ്രകടനം, ഒരു രക്ഷയില്ല. ചേട്ടാ വൺ ടൈം വാച്ച് വിടാനായിട്ട് നല്ല സിനിമ, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ആക്ഷൻ കംപ്ലീറ്റ് കാര്യങ്ങളൊന്നുമില്ല. സ്ഥിരം രീതിയിലുള്ള ഒരു തമിഴ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള പടം തന്നെയാണ്. ഈ ലാഗ് മാത്രമാണ് ചെറിയൊരു വിഷയം വന്നത്. സെക്കൻഡ് ഹാഫിൽ ചെറിയ ലെങ്ത് കൂടിപ്പോയി, അത് മാത്രമേ ഉള്ളൂ വിഷയം. വേറെ കുഴപ്പമോ കാര്യങ്ങളോ. തെലുങ്ക് പടത്തിന്റെ ലോജിക്കില്ലായ്മ കൊണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ലോജിക്കില്ലായ്മ എന്ന് വെച്ചാൽ ഫൈറ്റിങ്ങിലും കാര്യങ്ങളിൽ പറന്നടിയാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉള്ളു. വേറെ ലോജിക്കില്ലായ്മ ഒന്നുമില്ല. സാധാരണ എല്ലാ പടത്തിലുള്ള പോലെ സെയിം ലെവലിൽ തന്നെ. വേറെ ലോജിക്കില്ലായ്മ അങ്ങനെ ഒന്നുമില്ല. ലെങ്ത് മാത്രമേ ഒരു ഇതായിട്ട് തോന്നിയുള്ളൂ. വേറെ ഒന്നും കുഴപ്പം. എങ്ങനെ ഉണ്ടായി? കട്ട ക്രിഞ്ച് ബ്രോ, തമിഴ് പടത്തെ പോലെ. എസ് സൂര്യ കൊള്ളാം, പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊള്ളാം. പടം കട്ട ക്രിഞ്ച്. ആക്ഷൻ അല്ലേ മെയിൻ ആയിട്ട്? ആക്ഷൻ കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ പടം പാണ്ടി പടം കാണുന്ന ഫീല്. ഒന്നിനൊരു ലോജിക്കില്ല, പാസം. ഒരു കന്നഡ മൂവി കാണുന്ന ഫീൽ കണ്ടാ ഇഷ്ടപ്പെടുവോ? ഇല്ല ബ്രോ, എന്നാലും പോരെ ബ്രോ. ഇവരുടെ കോംബോ എങ്ങനെയുണ്ട്? സൂര്യ പുള്ളി ഒന്നും പറയാനില്ല. പിന്നെ നാനിയുടെ സ്റ്റണ്ടും കൊള്ളാം. പക്ക ആക്ഷൻ എന്റർടൈനർ ആണ് പടം. കൊടുക്കുന്ന പൈസ മുതലാക്കുന്ന ഐറ്റം പടത്തിലുണ്ട്. എങ്ങനെയാണ്? ഞാൻ ഈ കിടിലം പെർഫോമൻസ് ആണ്. അതുപോലെ എസ് സൂര്യ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് പടത്തിൽ. നോർമൽ തെലുങ്ക് സ്റ്റൈൽ പ്രഡിക്റ്റബിൾ സ്റ്റോറി ഒക്കെ തന്നെ, പക്ഷെ അത് മേക്ക് ചെയ്ത് വെച്ച രീതിയും പിന്നെ ജയസ്മിന്റെ ബിജിഎം എല്ലാം അടിപൊളിയായിട്ടുണ്ട് പടം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഗെയിം കളിച്ചുകൊണ്ട് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ട്രസ്റ്റഡ് ആപ്ലിക്കേഷനാണ് ജീറ്റ് വിൻ. അപ്പോൾ ജീറ്റ് വിന്നിൽ നിങ്ങൾ ഫസ്റ്റ് സൈനപ്പ് ചെയ്യുമ്പോൾ ഒരു 500 റുപ്പീസ് ഫ്രീ ബോണസ് ആയിട്ടും പ്ലസ് ഒരു 5 ഫ്രീ സ്പിന്നിങ് കിട്ടുന്നതായിരിക്കും. ഇതുവഴി നിങ്ങൾക്ക് ഒരു 10,000 റുപ്പീസ് വരെ ഏൺ ചെയ്യാൻ പറ്റും. കൂടാതെ ഫാസ്റ്റസ്റ്റ് ഡെപ്പോസിറ്റും വിഡ്രോവലും ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്കും ജീറ്റ് വിൻ നൽകുന്നു. 24/7 കസ്റ്റമർ സപ്പോർട്ടിനോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 50% എക്സ്ട്രാ കമ്മീഷൻ നേടാനാവും. അതിനായിട്ട് ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ഞങ്ങളുടെ കൂപ്പൺ കോഡായ പ്രീമിയർ ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ സൈനപ്പ് ചെയ്യും. ആക്ഷൻ ആണ് മെയിൻ. ആക്ഷനും ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. സ്ഥിരം ഒരു നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള പടമായിരുന്നു. എല്ലാവരും കാണാൻ പറ്റിയ ഫാമിലി എല്ലാം. ഓക്കെ, സ്റ്റോറി ഒക്കെ ഉണ്ട്. ഉണ്ട്. സ്ഥിരം തെലുങ്ക് സ്റ്റോറി ലൈനൊക്കെ ആണോ? എല്ലാം ഉണ്ട്. ആക്ഷൻ ഉണ്ട്. ഓക്കെ, സ്റ്റോറി എങ്ങനെയുണ്ട്? പുള്ളി ഇതിൽ സ്റ്റോറി കണ്ടു മറന്ന സ്റ്റോറി തന്നെയാണ്. സ്ഥിരം സ്റ്റോറീസ് എല്ലാ സിനിമകളും അങ്ങനെയാണ്. അതിൽ എടുത്തിരിക്കുന്ന രീതി അത്യാവശ്യം വെറൈറ്റി പിടിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എസ് സൂര്യ കൂടെ വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എസ് സൂര്യ സ്ഥിരം എല്ലാ പടത്തിലുള്ള അതേ വില്ലഡീസ്, ആ ഒരു റേഞ്ച്, ആ ഒരു പാറ്റേണിൽ ഇത് കാണിക്കുന്നുണ്ട്. വേറെ വിഷയം കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെ തന്നെയാണ്. സാധാരണ നമ്മളെ പണ്ടത്തെ മറ്റേ ബയ്യ സിനിമയൊക്കെ ഉണ്ട്. 2 വർഷം തിയേറ്റർ വാച്ച് ഉണ്ട്. പക്ഷേ ലെങ്ത് മാത്രമേ വിഷയമായിട്ടുള്ളൂ. പടം എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല, നല്ലുണ്ട്. ആക്ഷൻ ഫുൾ ആക്ഷൻ. ഞാനീ എപ്പിടി ഇരിക്കും? നല്ല ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ സൂര്യ സാറ്റർഡേ കണ്ടിറങ്ങിയ ഓഡിയൻസിൻ്റെ അഭിപ്രായമൊക്കെ കേട്ടല്ലോ. നിങ്ങൾക്ക് ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്തു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.